ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞ വളരെ ഗുണപാഠങ്ങളുള്ള ഒരു സംഭവമുണ്ട്. ബനു ഇസ്രായേലി സമൂഹത്തിൽ ഒരു സാത്വികനായൊരു പണ്ഡിതൻ ജീവിച്ചിരുന്നു. ജനങ്ങൾക്കെല്ലാം ഉപകാരമുള്ളൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. ആളുകൾക്ക് എപ്പോഴും ചെന്ന് സംശയങ്ങൾ ചോദിക്കാനൊക്കെ കഴിയും. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു വലിയ പണ്ഡിതൻ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. ഭാര്യയുമായി നല്ല ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാമായ ഭാര്യ ഒരു ദിവസം മരണപ്പെട്ടു. ഈ ഭാര്യ മരണപ്പെട്ടതോടുകൂടി ഇദ്ദേഹം വല്ലാതെ തളർന്നുപോയി. പിന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതായി. ആരോടും സംസാരിക്കുന്നില്ല. വീട്ടിലിരുന്ന് ദുഃഖവും കരച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ആർക്കും മുഖം കൊടുക്കുന്നില്ല. നൂറുകണക്കിന് ആളുകൾ ദിനേന വന്ന് അറിവ് പഠിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തിരുന്ന വലിയൊരു പണ്ഡിതനാണ്. ഭാര്യയുടെ മരണം അദ്ദേഹത്തെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ വീടിന്റെ ഗേറ്റ് കീപ്പർ ആളുകൾ സംശയം ചോദിക്കാൻ വേണ്ടി അവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചുവിടും. ഇപ്പോൾ ആരെയും മുഖം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടുക പതിവാണ്. ആരെയും കാണാൻ അദ്ദേഹം അനുവദിച്ചിട്ടില്ല. അങ്ങനെ എനിക്കൊരു വൃദ്ധയായ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ഗേറ്റ് കീപ്പറോട് എനിക്കൊന്ന് കാണണം അദ്ദേഹത്തെ, എനിക്കൊരു സംശയ നിവാരണം വരുത്താനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗേറ്റ് കീപ്പർ സമ്മതിച്ചില്ല. ഇല്ല, ആർക്കും മുഖം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ വൃദ്ധ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു, നിർബന്ധിച്ചു, എനിക്ക് കുറച്ച് സമയം മതി, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് തിരിച്ചു പൊക്കോളാം, ഇവിടെ സമയമൊന്നും നഷ്ടപ്പെടുത്തൂല. ഈ വൃദ്ധയുടെ നിർബന്ധിച്ചുള്ള ഈ ആവശ്യം കാരണം അദ്ദേഹം ചെന്ന് ആ പണ്ഡിതനോട് ചോദിച്ചു, ഗേറ്റ് കീപ്പർ, ഒരു വൃദ്ധ വന്നിട്ടുണ്ട്, പെട്ടെന്ന് പോയിക്കോളാന്നാ പറയുന്നു, ഒരു സംശയം ചോദിക്കാനാന്ന് പറയുന്നു. അപ്പോൾ ആ പണ്ഡിതൻ അവരോട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വൃദ്ധയായ സ്ത്രീ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു, ആലിമിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, എനിക്കൊരു സംശയമുണ്ട്, എൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പെട്ടെന്ന് പൊക്കോളാം. എൻ്റെ പ്രശ്നം, എനിക്കൊരു കല്യാണാവശ്യത്തിന് വേണ്ടി പോകാൻ സമയത്ത് എൻ്റെ ആഭരണമൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ അയൽവാസിയിൽ നിന്നൊരു മാല വായ്പ വാങ്ങി കല്യാണത്തിന് വേണ്ടി. ചോദിച്ചപ്പോൾ എൻ്റെ അയൽവാസി പറഞ്ഞത്, കല്യാണത്തിന് നീ ഉപയോഗിച്ചിട്ട് നീ എനിക്ക് തിരിച്ചു തരണ്ട, നീ ഉപയോഗിച്ചോ, ഞാൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് തന്നാ മതി, അതുവരെ നീ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സുഖമായി കല്യാണമൊക്കെ കൂടി പിന്നീട് ഞാനതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഹത്താ മലത്ത് സെനവാത്ത്, വർഷങ്ങൾ കഴിഞ്ഞിപ്പോ, എത്രയോ വർഷം മുമ്പ് എനിക്ക് തന്നതാണത്. ഹത്താ ലനന്തു അന്നഹുലായി ഉറജുവിനി, ഞാൻ വിചാരിച്ചിരുന്നത് ഇനി അവൾ തിരിച്ചു ചോദിക്കൂല. കാരണം വർഷങ്ങൾ കഴിഞ്ഞു പോയി, ഇനി തിരിച്ചു ചോദിക്കൂല എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വന്നിട്ട് എന്നോട് ആ മാല തിരിച്ചു ചോദിച്ചു. അഹിയ ലാലിമത്തുൻ, അവൾ അക്രമിയല്ലേ എന്നാണ് എന്റെ ചോദ്യം എന്ന്. അപ്പൊ ഇത് കേട്ടപ്പോ പണ്ഡിതൻ പറഞ്ഞു, അവളല്ല അക്രമി, നീയാണ് അക്രമി. സത്യത്തിൽ അവള് നിനക്ക് വായ്പ തന്നതാണ്, വെറുതെ തന്നതല്ല, വായ്പ തന്നതാണ്, തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു ചോദിക്കുന്ന സമയത്ത്. ഇത്രയും നാൾ നീ അത് ഉപയോഗിച്ചില്ലേ, അപ്പൊ അൽഹംദുലില്ലാ പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. സത്യത്തിൽ നീയാണ് അക്രമി എന്ന പണ്ഡിതൻ ഈ സ്ത്രീയോട് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ വീണ്ടും ചോദിച്ചു, എത്ര വർഷം കഴിഞ്ഞു പണ്ഡിതരെ, എത്ര വർഷം കഴിഞ്ഞു, ഞാനത് എന്റേതാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴല്ലേ തിരിച്ചു ചോദിക്കുന്നത്. അപ്പോഴും ആലിമ പറഞ്ഞില്ല, സത്യത്തിൽ നീ നന്ദി ചെയ്യുകയാണ് വേണ്ടത്, അവളോട് നന്ദി വാക്ക് പറയുകയാണ് വേണ്ടത്, തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ഈ ആലിമിനോട്, സുമ്മലിമത്തബുക്കി, പിന്നെ നിങ്ങൾ എന്തിനാ കരയണത്? നിങ്ങൾക്ക് അല്ലാഹു തആല ഒരു പെണ്ണിനെ തന്നു ഭാര്യയായിട്ട്, തരുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടേതല്ല, ഞാൻ ചോദിക്കുമ്പോൾ തരണമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും വർഷം അവളെ കൊണ്ട് സുഖിച്ചു, 2 ദിവസം മുമ്പ് പടച്ചോൻ അവളെ തിരിച്ചു ചോദിച്ചു. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടതല്ലേ, നിങ്ങൾ എന്തിനാ കരയണത്, നിങ്ങൾ എന്തിനാ ദുഃഖിച്ചിരിക്കുന്നത് എന്ന് ഈ വൃദ്ധ പണ്ഡിതനോട് ചോദിച്ചാൽ ആ വൃദ്ധയുടെ മുന്നിൽ ഈ പണ്ഡിതൻ മുട്ടുകുത്തിപ്പോയി, ഒന്നും പറയാനില്ലാതായി. ഇമാം ഗസാലി സംഭവം നമ്മളോട് പറഞ്ഞു തരുന്നത്, നമുക്ക് വലിയൊരു ഗുണപാഠ ഇതിനകത്തുണ്ട്. നമുക്ക് ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഉറ്റവരും ഉടയവരൊക്കെ മരിച്ചു പോകും, ഭാര്യയോ മക്കളോ മാതാപിതാക്കളൊക്കെ മരിച്ചു, നമുക്ക് താങ്ങാൻ കഴിയില്ല. അല്ലെങ്കിൽ കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും, അല്ലെങ്കിൽ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും നമ്മുടേതല്ല, നാം തന്നെ നമ്മുടേതല്ല, ഇതൊക്കെ പടച്ചോൻ തന്നതാണ്. നമ്മുടേതാണെങ്കിലല്ലേ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വിഷമിക്കാനുള്ളൂ. ഇതൊക്കെ പടച്ചോന്റേതാണെന്ന് മനസ്സിലാക്കി നമ്മുടെ വിഷമവും പ്രയാസമൊക്കെ അവിടെ അവസാനിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അലാ അദുല്ലുക്കും അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സഹാബാക്കളെ, സ്വർഗത്തിന്റെ നിധിയിൽപ്പെട്ട ഒരു നിധി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ഖാലു ബലാ യാ റസൂലല്ലാഹ്, പെട്ടെന്ന് പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സുറു ഖൗല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം, ഇത് നിങ്ങൾ കൂടുതലായി പറഞ്ഞുകൊണ്ടിരിക്കുക.
ഏത് നഷ്ടം സംഭവിച്ചാലും നിങ്ങൾക്ക് സമാധാനം നൽകുന്ന വാക്കാണിത്. ഇതിന്റെ അർത്ഥം എന്താ? എല്ലാം അള്ളാഹുവിൻ്റെതാണ്, ഒന്നും എന്റേതല്ല. ഇതാണ് അതിനർത്ഥം. ഇതിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമവും നമുക്ക് വിഷമായി തോന്നില്ല. അതൊക്കെ താൽക്കാലികമായ പ്രയാസങ്ങൾ മാത്രമായിരിക്കും. അല്ലാഹു തആല എല്ലാ മുസീബത്തുകളും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക. അസ്സലാമു അലൈക്കും.